നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ഫുഡ് കഴിച്ചാലോ? സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാ. ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഒരു ആന്ധ്ര ബിരിയാണി. ഇവിടെ ബ്രത്താമിലുണ്ടല്ലോ, മലയാളി റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഉള്ളത്, നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പം നമുക്ക് ഇന്നൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ആന്ധ്ര ബിരിയാണി കഴിച്ചാലോ? എങ്ങനെയുണ്ട്? അപ്പം നമുക്കൊന്ന് പോയാലോ? ഫസ്റ്റ് നമുക്കൊന്ന് റെഡി ആയാലോ? നമുക്ക് റെഡി ആവാം. റെഡി ആവാൻ വലിയ കാര്യമൊന്നുമില്ല. ഇപ്രാവശ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ദേ, നമ്മൾ റെഡി ആയിട്ടുണ്ട്. എന്താ എളുപ്പം അല്ലേ? ഒറ്റ ക്ലിക്കിൽ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ താഴെ റിസപ്ഷനിൽ ചെന്ന് വെയിറ്റ് ചെയ്യണം. ആരെയാ? ജോയലിന്റെ ഒരു കൊളീഗിനെയാണ് വെയിറ്റ് ചെയ്തിരിക്കേണ്ടത്. കാരണം അവരും കൂടി വന്നിട്ട് വേണം നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകേണ്ടത്. കൃത്യസമയം 8 മണിയായപ്പോഴേക്കും അവരെന്നെ പിക്ക് ചെയ്യാനായിട്ട് താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് നഗോയ ഹിൽ മോളിലോട്ടാണ്. കാരണം അവിടെ ആണല്ലോ ഈ ഹോട്ടൽ ഉള്ളത്. വേറെ ഹോട്ടലൊന്നുമല്ല, ബനാന ലീഫ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. ഇവരുടെ തന്നെ ഒരു ബ്രാഞ്ച് എന്താണ് സിംഗപ്പൂരിലും ഉണ്ട്. അത്യാവശ്യം ഒരു പേര് കേട്ട ഹോട്ടൽ തന്നെയാണ്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആന്ധ്ര ബിരിയാണി എല്ലാ ദിവസവും ഇല്ല, വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ. വെള്ളിയാഴ്ചകളിൽ കിട്ടുന്ന സ്പെഷ്യൽ ബിരിയാണിയാണ്. അത് നമ്മൾ ലേറ്റ് ആയിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫിനിഷ് ആവും. പക്ഷെ നമുക്ക് ഈ പ്രാവശ്യം ഭാഗ്യം ഉണ്ടായിരുന്നു. 8 മണി കഴിഞ്ഞ് എത്തിയിട്ട് പോലും നമുക്ക് ആ ബിരിയാണി കഴിക്കാൻ ഭാഗ്യം ഉണ്ടായിരുന്നു. അവിടെ വന്ന മിക്ക പേരും ആന്ധ്ര ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തത്. അത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് അതിന്റെ റൈസ് നല്ലൊരു ഫ്ലേവർ ആണ്. ഒരു ആന്ധ്ര സ്റ്റൈൽ എന്നൊക്കെ പറയാം. ആ റൈസിലോട്ട് കുറച്ച് സാലഡ്, ഗ്രേവി, പിന്നെ ആ ചിക്കൻ പീസും കൂടി കുഴച്ച് കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ്! ദേ, നാവിൽ വെള്ളം വരുന്നു. എന്തായാലും ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഒക്കെ തന്നെയായിരുന്നു. എന്നാലും നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ ഞാൻ. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിച്ചു. പക്ഷെ ഞാൻ അതിന്റെ കൂടെ കഴിച്ചതല്ല, വാങ്ങിയത് കോഫി ആയിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ജസ്റ്റ് ഒരു പനിയുടെ ലക്ഷണം ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ലൈം ജ്യൂസ് ഒഴിവാക്കിയിട്ട് കോഫിയാണ് ഓർഡർ ചെയ്തത്. കോഫി മോശമൊന്നുമല്ല, നല്ല ഒന്നാന്തരം കോഫി ആയിരുന്നു. നല്ല ഇന്ത്യൻ കോഫി എന്ന് പറയാം. അതിനുശേഷം ഞങ്ങളോട് ബില്ലൊക്കെ പേയ്മെന്റ് ഒക്കെ ചെയ്ത ശേഷം ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 9:30 കഴിഞ്ഞു. ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 9:30 കഴിയുമ്പോഴേക്കും ഇവിടുത്തെ മോളുകളൊക്കെ ക്ലോസിംഗ് ടൈമിലോട്ട് എത്തും. അങ്ങനെ വലിയ ആളുകളൊന്നും ഇല്ലായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.